ഇനി നമുക്ക് നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായ ഒരു മത്സര ചിത്രത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ നമ്മൾ അവിടെ കണ്ടതാണ് ഇടതും വലതും എങ്ങനെയാണ് മുനമ്പത്തെ ജനതയെ കൈകാര്യം ചെയ്തത് എന്നുള്ളത്. അവർ തിരിച്ച് ആ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുനമ്പം പള്ളിപ്പുറത്ത് ഒരു വാർഡിൽ BJP താമര വിരിയിക്കുന്നതുണ്ടായി. അത് വലിയ മുന്നേറ്റം തന്നെ BJP അവിടെ മൂന്നാം സ്ഥാനത്ത് പോകാൻ തോന്നുന്നു. അതെ അതെ ഓക്കെ. നമുക്ക് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നതിന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനം ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നുള്ളതിൻ്റെ മറ്റൊരു നേർസാക്ഷ്യമാകുകയാണ് മുനമ്പവും, അല്ലേ? തീർച്ചയായും മുനമ്പത്തിൻ്റെ തീരദേശം എന്ന് പറയുന്നത് കലുഷിതമായിട്ട് ഏതാണ്ട് ഒരു വർഷത്തിലധികം സമയമായി. കാരണം അവരുടെ സമരം പൂർണ്ണമായും തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിലെ സമ്പൂർണ്ണമായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം എന്ന് പറയുന്നത് ഒരു ഐതിഹാസിക സമരമാണ്. കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട സമരമാണ് മുനമ്പം സമരം. വഖഫ് അധിനിവേശത്തിനെതിരെ ശബ്ദമുയർത്തിയത് അവരാണ്. അവരിലൂടെയാണ് കേരളത്തിൽ വഖഫ് അധിനിവേശത്തിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങളിലേക്ക് എത്തിയത്. പക്ഷേ വലിയ രീതിയിൽ എന്താണ് വഖഫ് എന്നും വഖഫ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും കൃത്യമായി ജനങ്ങൾക്ക് ഉദാഹരണ സഹിതം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് മുനമ്പം ജനതയുടെ വാക്കുകളിലൂടെയാണ്, അവരുടെ കണ്ണീരിലൂടെയാണ്. അവർ വലിയ രീതിയിൽ അത് രാഷ്ട്രീയമായി അത് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇടത് വലത് മുന്നണികൾക്ക് പരമ്പരാഗതമായി വോട്ട് നൽകിയിരുന്ന ആ മുനമ്പം ജനതയ്ക്ക് തങ്ങളുടെ കിടപ്പാടത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വഖഫ് ഭീകരത എത്തുകയും അതിന് അനുകൂലമായി ഈ തങ്ങൾ അത്രയും കാലം പിന്തുണച്ചിരുന്ന രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്തപ്പോൾ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അത്തരത്തിൽ അനുകൂലമായി നിൽക്കുകയും ചെയ്തപ്പോൾ തങ്ങൾ അവർക്ക് കിടപ്പാടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവർ മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. മുനമ്പത്തെ പള്ളിപ്പുറത്ത് പഞ്ചായത്തിൽ 1-ാം വാർഡാണ് ഈ വഖഫ് അധിനിവേശ മേഖല. അവിടെ ഏതാണ്ട് 610-ലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വഖഫ് അധിനിവേശത്തിന് ഇരയായിരുന്നവർ. അവരെല്ലാം താമസിക്കുന്ന അവരുടെ വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായാണ് അവിടെ BJPയുടെ ഒരു വിജയമുണ്ടാകുന്നത്. ഒരു പക്ഷേ ഒട്ടും സാന്നിധ്യമില്ലാത്ത ഒരിടത്ത് വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് BJP സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും നന്ദി അറിയിച്ചുകൊണ്ടാണ് അവർ ഇത്തവണ BJPക്ക് വോട്ട് നൽകി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതിദാന അവകാശം നൽകി അവർ പിന്തുണച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2-ാം സ്ഥാനത്ത് CPM ആണ്, കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഭൂസംരക്ഷണ പ്രക്ഷോഭം അടുത്തിടെ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ അവസാനിപ്പിച്ചത് രാഷ്ട്രീയ താല്പര്യത്തിന്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് അനുകൂലമായാണ്. അത്തരത്തിൽ ഒരു ഭിന്നത അവിടെ ഉണ്ടാക്കി സമരം അവസാനിപ്പിക്കുന്നതെന്നും തങ്ങൾ വീണ്ടും സമരം തുടരുകയാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിഭാഗം ഈ വഖഫ് ഭീകരതയ്ക്ക് ഇരയായവർ വീണ്ടും സമരം തുടങ്ങിയൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ആ സമരത്തെ തന്നെ, ഐതിഹാസികമായിട്ടുള്ള സമരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യാനും ഭിന്നിപ്പിക്കാനും നടത്തിയ ശ്രമത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്ന് ഉള്ള ഈ പ്രഖ്യാപനം. ഏതാണ്ട് കുഞ്ഞുമോൻ അഗസ്റ്റിനാണ് 1-ാം വാർഡിൽ വിജയിച്ചത്. 582 വോട്ട് നേടി. ഏതാണ്ട് 28 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. CPIMൻ്റെ റോക്കി ബിനോയ് 2-ാമതും കോൺഗ്രസിൻ്റെ ഡാനിയലാണ് 3-ാമതും എത്തിയത്. എന്തായാലും ഈ വഖഫ് വിഷയം വന്നപ്പോൾ മുതൽ മുനമ്പത്ത് ഗൗതം ശ്രദ്ധിച്ചിരിക്കും, ഇടതും വലതും മാറി മാറി കളിക്കുന്ന ഒരു പ്രവണതയായിരുന്നു. ജനങ്ങൾ അടുത്തുപോയി ഐക്യദാർഢ്യം പറയുന്നു, നേരെ നിയമസഭയിൽ വന്ന് പ്രമേയം പാസ്സാക്കുന്നു. അതെ, അതങ്ങനെ വലിയ രീതിയിൽ ജനങ്ങളും അതിന് തക്കതായ മറുപടി നൽകി എന്നുള്ളതാണ്. ക്രൈസ്തവ സമൂഹം കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും BJPയിലേക്കൊരു ടേണിംഗ് പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നു മുനമ്പം വിഷയം കൂടി മാറുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷോൺ ജോർജിൻ്റെയൊക്കെ ഒരു ഇടപെടൽ അതിനകത്ത് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല.